മാതൃഭൂമി ന്യൂസ് സീനിയർ ചീഫ് റിപ്പോർട്ടർ ആർ അനന്തകൃഷ്ണനെ വെർച്വൽ അറസ്റ്റ് കെണിയിൽ വീഴ്ത്താൻ സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ ശ്രമം. നമ്മൾ അങ്ങനെ അങ്ങ് വശംവദരാവോ? ഫോൺ വന്നപ്പോൾ തന്നെ തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കി തട്ടിപ്പ് സംഘത്തിന്റെ സംഭാഷണം റെക്കോർഡ് ചെയ്തു. തട്ടിപ്പിൽ കുരുങ്ങില്ല എന്ന് മനസ്സിലായതോടെ സംഘം കോൾ കട്ട് ചെയ്ത് പോയി. മുംബൈ തിലക് നഗർ പോലീസ് അനന്തകൃഷ്ണന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പിന് ശ്രമം. തട്ടിപ്പ് സംഘത്തിന്റെ ശ്രമം വിഫലമാക്കിയ ആ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടാലോ. Any notification from our department side, sir? Because we are going to block your mobile number within 2 hours. That's why as per your request, call connected with you, sir. For what purpose you are blocking my phone? Because we found another mobile number registered under your identity information, sir. That mobile number got violation case. Which case? Harassment text and illegal message to the public, sir. Yes, sir. Public are complaint Mumbai Tilak Nagar police station, sir. That violation number is 89153017. Number, sir. We got order from Mumbai police station. Okay. If you guarantee our department, I will transfer this call to Mumbai Tilak Nagar police station. Okay. We will make complaint against that violation number. Tell that policeman to you. FIR number, sir. MH1045. Okay. 2024, sir. This is FIR number. This number bought by from shop number 10 Kulshal Tower, Mangul Road, Chembur West. Okay. അനന്തകൃഷ്ണൻ ചേരുന്നു തത്സമയം. അനന്തൻ, ഗുഡ് മോർണിംഗ്. എന്താണല്ലേ മരുഭൂമിയിലേക്ക് മണലിറക്കുക എന്നൊക്കെ പറയുന്നത് പോലെ അനന്തനോടാണ് കളി. ഏതായാലും സംഭവം പൊളിച്ചടുക്കി. ആ കഥയൊന്ന് വിശദീകരിക്കും. നമ്മുടെ പ്രേക്ഷകരൊക്കെ അറിയാൻ കൗതുകത്തോടെ ഇരിക്കുന്നുണ്ട്. മോത്തി, നമ്മൾ ഇതേ സംഭവം തന്നെ നിരവധി തവണ വാർത്തയായിട്ട് നൽകിയിട്ടുണ്ട്. പ്രമുഖരടക്കം ഈ തട്ടിപ്പിൽ വീണ് വിർച്വൽ അറസ്റ്റിന് വിധേയമായി പണം നഷ്ടപ്പെട്ട വാർത്ത ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള വാർത്തകളും നമ്മൾ നൽകിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇന്ന് ഈ സൈബർ തട്ടിപ്പ് കുരുങ്ങാതെ രക്ഷപ്പെട്ടവരെ കുറിച്ചൊരു പരമ്പര ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ വളരെ യാദൃശ്ചികമാണ്. കഴിഞ്ഞ ദിവസം, അതായത് മെനങ്ങാന്ന്, ഞങ്ങൾ ബ്യൂറോയിൽ ഇരുന്നിട്ട് ഈ സൈബർ തട്ടിപ്പിനെ അതിജീവിച്ച അല്ലെങ്കിൽ ആ കെണിയിൽ കുടുങ്ങാതെ രക്ഷപ്പെട്ടവരെ കുറിച്ചുള്ള സ്റ്റോറികൾ എങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, സത്യമാണ്, അപ്പോൾ തന്നെ എനിക്ക് ഒരു കോൾ വരികയാണ്. ആ സമയത്താണ് എനിക്ക് കോൾ വരുന്നത് ഈ ഫോണിൽ, എൻ്റെ പേഴ്സണൽ ഫോണിൽ. അപ്പോൾ ഫോൺ എടുത്ത ഉടനെ തന്നെ ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് നിങ്ങളുടെ ഫോൺ അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കട്ടാകാൻ പോവുകയാണ് എന്ന് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. കാരണം ഇതാണ് അവരുടെ മോഡസ് ഓപ്പറാൻഡി. നിരവധി പേരെ കുടുക്കിയ ആദ്യത്തെ വാചകം, ആ കോളിലെ വാചകവും ഇത് തന്നെയാണ്. അത് അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ തൊട്ടടുത്തിരുന്ന സ്റ്റെഫിൻ്റെ അടുത്ത് റെക്കോർഡ് ചെയ്തോളാൻ പറഞ്ഞു. തട്ടിപ്പുകാരാണ് ആംഗ്യത്തിൽ പറഞ്ഞു. ഞാൻ ബാക്കി ഇവരെ ഇങ്ങനെ സംഭാഷണം നീട്ടിക്കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് നമ്മുടെ ക്യാമറമാൻ ബിജു അടുത്തുണ്ടായിരുന്നു. ബിജു ഓടിപ്പോയി നമ്മുടെ ക്യാമറയും മൈക്കും എടുത്തുകൊണ്ട് വന്നു. എൻ്റെ ചുറ്റും ഇവരെല്ലാം നിന്നു. ഞാൻ ബാക്കി കോള് അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത്, നിങ്ങളുടെ ഫോൺ, അതായത് നിങ്ങളുടെ ഈ നമ്പർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആധാറിൽ മറ്റ് ചില നമ്പറുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലൊരു നമ്പർ വെച്ചിട്ട് നിങ്ങൾ മറ്റൊരാളെ ഭീഷണിപ്പെടുത്തുകയും അയാളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്രൈം ആ ഫോൺ നമ്പർ പ്രകാരം ചെയ്തിട്ടുണ്ട്. അയാളുടെ പരാതിയിൽ മുംബൈയിലെ തിലക് പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ പേരിൽ 4045/2024 എന്ന FIR നമ്പറിലുള്ള FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മുംബൈ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ടെലികോം ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളുടെ ഈ ആധാറിലുള്ള എല്ലാ നമ്പറുകളും കട്ടാക്കാൻ പോകുന്നത്. അതിനു മുൻപ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനുമായുള്ള വിശദീകരണം കേൾക്കാം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവർക്ക് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം തോന്നുകയും കോൾ കട്ട് ചെയ്ത് പോവുകയും ചെയ്തത്. പക്ഷേ പിന്നീട് തിരിച്ചു വിളിക്കുമ്പോൾ അതിൽ നിന്ന് ആ കോൾ നമ്പറിലേക്ക് കോൾ പോകുന്നില്ല. മാത്രമല്ല, സാധാരണഗതിയിൽ അവർ തിരിച്ചു വിളിക്കേണ്ടതാണ്. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. ഇതുവരെയും അവർ പിന്നീട് തിരിച്ചു വിളിച്ചിട്ടുമില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി, കാരണം ഈ തട്ടിപ്പ് രീതി അറിയാവുന്ന ഒരാളാണ് അപ്പുറത്ത് നിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മളുടെ ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കി. സാധാരണഗതിയിൽ ഇനി അവർ ചെയ്യേണ്ടതിരുന്നത്, നമ്മൾ ഈ തട്ടിപ്പിനിരയായി കുടുങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങൾ മുംബൈ പോലീസിൻ്റെ തിലക് നഗർ സ്റ്റേഷനിലേക്ക് കോൾ ഡൈവേർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു നമ്പറിലേക്ക് കണക്ട് ചെയ്യും. അവിടെ വീഡിയോ കോൾ വരും. അവിടെ വിർച്വൽ അറസ്റ്റിന് തയ്യാറായിട്ട് പോലീസ് വേഷധാരികളായ കുറേ തട്ടിപ്പുകാരിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ മോഡസ് ഓപ്പറാൻഡി. അപ്പോൾ അത്രയും വരെ പോയില്ല. അതിനു മുമ്പേ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം കട്ട് ചെയ്ത് പോയത്. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് FIR, എന്താണ് കേസ്, ആരാണ് പരാതി കൊടുത്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് സംശയം തോന്നി കാണും. അതാണ് കട്ട് ചെയ്ത് പോയത്. എന്തുകൊണ്ടാണ് എൻ്റെ നമ്പർ എന്ന് പറഞ്ഞത്, ഞാനിപ്പോൾ മാധ്യമപ്രവർത്തനാണെന്ന് അറിഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല. നമ്മൾ നേരത്തെ തന്നെ സൈബർ പോലീസുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത്, വളരെ റാൻഡമായിട്ട് ഇവർ പല സ്ഥലങ്ങളിൽ നമ്മുടെ മൊബൈൽ നമ്പർ ശേഖരിക്കാമല്ലോ. അങ്ങനെ നമ്പർ ശേഖരിച്ച്
വെച്ച് ഇവരുടെ ആയിരക്കണക്കിന് നമ്പറുകളുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് അങ്ങ് വിളിക്കുകയാണ്. അപ്പോൾ ഇന്നലെ മെനങ്ങാന്ന് വിളിച്ച ഒരു ഗ്രൂപ്പിലുള്ള ഒരു നമ്പറാണ് എൻ്റെത്. അതിൽ ഞാൻ പെട്ടു. ഇത് കംബോഡിയ എന്നൊക്കെ ആയിരിക്കും മിക്കവാറും ഇവന്മാർ വിളിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പാണ് തിരുവനന്തപുരത്ത് അശുഘോഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെ തന്നെ ഒരു സൈബർ കെണി വീഴ്ത്താൻ ശ്രമം നടത്തിയപ്പോൾ അത് പൊളിച്ച് കൈ കൊടുത്തത്. അത് വിർച്വൽ അറസ്റ്റിലേക്കൊക്കെ പോയി അവിടെ വരെ പോയിട്ടാണ് അത് തട്ടിപ്പുകാരെ അവൻ മെരുക്കി അതിനെ പൊളിച്ചു കൊടുത്തത്. അപ്പോൾ അയാൾക്ക് വന്ന അതേ കോള് തന്നെയാണ് എനിക്കും വന്നത്. ഇതിനു മുൻപ് ഈ തിരുവനന്തപുരം നഗരത്തിലൊരു സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരി, അവർക്കും ഒരു കോൾ വന്നിരുന്നു. അവർക്കും ഇത് തട്ടിപ്പാണെന്ന് പിന്നീട് സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലായപ്പോൾ അവരും അത് പൊളിച്ച് കൈ കൊടുത്തു. അപ്പോൾ അവർക്ക് വന്നതും ഈ സംഭവത്തിൽ നമ്മൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുക തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇതിനകത്ത് എനിക്ക് കോള് വന്ന നമ്പറുണ്ട്. ആ നമ്പർ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ആ നമ്പർ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചേക്കണം. കാരണം ഈ നമ്പറിൽ നിന്നൊക്കെ ചിലപ്പം നിങ്ങൾക്കും ഈ വിർച്വൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഭീഷണി കോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ നമ്പർ ഓർത്ത് വെക്കുക. ഒപ്പം തന്നെ FIR നമ്പർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോളാണ്. അപ്പോൾ ഈ വീഡിയോ റെക്കോർഡും ഇതും നമ്മൾ സൈബർ പോലീസിൽ കൊടുക്കുന്നുണ്ട്. കാരണം അവർക്ക് സാധാരണഗതിയിൽ ഇത് അന്വേഷിച്ച് പോയാലൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം കംബോഡിയയിലും ഈ ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളിലൊക്കെ ഇരുന്നിട്ടാണിത് ചെയ്യുന്നത്. അപ്പോൾ ഒരുവിധം ഇവരുടെ നമ്പറുകൾ ബ്ലോക്ക് ചെയ്യാനോ ഒക്കെ കഴിഞ്ഞേക്കാം. ഏതായാലും സൈബർ പോലീസിന് ഇത് സംബന്ധിച്ച് നമ്മൾ ഔദ്യോഗികമായിട്ട് പരാതി കൊടുക്കുന്നുണ്ട്. പക്ഷേ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസവും കൊച്ചിയിൽ ഇത്രയും അവയർനെസ് ഉണ്ടായിട്ടും ഒരാൾ തട്ടിപ്പിൽ കുടുങ്ങി ലക്ഷക്കണക്കിന് രൂപ. ഇപ്പോഴും ഇത്രയൊക്കെ നമ്മൾ അവബോധം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതിന് യാതൊരു തടസ്സവുമില്ലാതെ പലരും ഈ കെണിയിൽ വീഴുന്നു എന്നതാണ്. അനന്തൻ, അശോക് ഘോഷ് ഏതായാലും ഇവരെ തോൽപ്പിച്ചത് അവസാന ഘട്ടം വരെ എത്തുന്നതിന് മുൻപാണ്. പണം ആവശ്യപ്പെടുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഊരി പോരാൻ പറ്റിയെന്നാണ്. എല്ലാവർക്കും ഇത് പറ്റണമെന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതും അതാണ്. ഇത്തരത്തിൽ അവബോധം ഉണ്ടാക്കാൻ നമ്മൾ എത്രത്തോളം ശ്രമിച്ചിട്ടും പലരും ഇപ്പോഴും ഈ കെണിയിൽ പെട്ടുപോകുന്നത് ഒരു പക്ഷേ ഈ പണത്തോടുള്ള ആർത്തി ഒരു കാരണമായിരിക്കുമോ? പലരും പണം ഒരുപാട് കിട്ടുമെന്ന് പറയുന്ന ചില സൈബർ തട്ടിപ്പുകളിലാണ് അധികവും പെട്ടുപോകുന്നത്. മോത്തി, ഇത് അങ്ങനെയല്ല. കാരണം ഞാനിപ്പോൾ അവരുമായിട്ട് സംസാരിച്ചല്ലോ. നമുക്ക് കോള് വരികയും നമ്മൾ അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. ഈ പണം ഇരട്ടിപ്പിച്ച് നൽകുക, അതുപോലെ തന്നെ ഓഹരി വിപണി, ഷെയർ മാർക്കറ്റിൽ പണം നിക്ഷേപിച്ച് അതിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ ഇരട്ടിയുടെ അധികം ലാഭം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഇത് അങ്ങനെയല്ല. ഇത് മനുഷ്യൻ്റെ ഭയത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ്. അതായത് നമുക്ക് ആ കോള് വരുന്ന മാത്രയിൽ നിങ്ങളുടെ അടുത്ത 2 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഫോൺ കോളുകളെല്ലാം കട്ടാകാൻ പോവുകയാണ്. പിന്നെ അതിൻ്റെ കാരണം പറയുകയാണ്, നിങ്ങൾ ഒരു വലിയ ക്രൈമിൽ അകപ്പെട്ടിരിക്കുന്നു, മുംബൈ പോലീസിൽ ആ ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് പാനിക്കാവും മാത്രമല്ല, ഇവരുടെ രീതി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ ആ കെണിയിൽ വീണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മളുടെ പേരും വിവരങ്ങളും വെച്ചൊരു വ്യാജ FIRൻ്റെ പകർപ്പ് ഉടൻ തന്നെ നമ്മുടെ വാട്സപ്പിലേക്ക് വരും. നമ്മളത് കാണുമ്പം സാധാരണക്കാരാണെങ്കിൽ ഭയന്ന് പോകും. പിന്നീട് ഒരു ക്ലോസ്ഡ് റൂമിൽ അവിടെ ഇരിക്കാൻ പറയുക. അതിനപ്പുറത്ത് വീഡിയോ കോളിൻ്റെ അപ്പുറത്ത് പോലീസ് വേഷധാരികളായ ആൾക്കാർ വന്നിരിക്കുക. അവർ വളരെ പോലീസുകാരുടെയൊക്കെ ഒരു രീതി പോലെ വളരെ റഫായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മളുടെ മുകളിൽ മാനസികമായ ഒരു ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു പരിശീലനമൊക്കെ ലഭിച്ചവരാകണം. ആ രീതിയിലാണ് സംസാരിക്കുക. അപ്പോൾ സാധാരണക്കാർ അനന്തൻ, സ്വാഭാവികമായും ഏത് സാധാരണക്കാരും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇത്തരം യാതൊരു തട്ടിപ്പിലും ചെന്ന് പെട്ടിട്ടില്ല, നമ്മൾ ഒരു ക്രമക്കേടും കാണിച്ചിട്ടില്ല, ക്രിമിനൽ കുറ്റങ്ങളൊന്നും നമ്മുടെ ഭാഗത്തില്ല, പിന്നെ എന്തിന് ഇത്തരത്തിലൊരു കേസ് എടുക്കണം എന്നൊരു പക്ഷേ ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതെ, അത് നമ്മൾ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് ഒരു ഇവരുമായിട്ട് സംസാരിക്കാൻ നിൽക്കാതിരിക്കുകയാണ് ചെയ്യാനുള്ള ഒരു ഏക പോകുംവഴി. കാരണം ടെലികോം ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് നിങ്ങളുടെ ഫോൺ അടുത്ത 2 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ കട്ടാക്കാൻ പോവുകയാണെന്ന് ഒരു കോള് വന്ന് അപ്പം തന്നെ കട്ട് ചെയ്തങ്ങ് പോയേക്കുക. കാരണം പിന്നെ അവരോട് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർ നിങ്ങളെ മാനസികമായി നിങ്ങളുടെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് നിങ്ങളെ അടുത്തടുത്ത ഘട്ടങ്ങളിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ കൂടുതൽ പാനിക്കാവുകയും ചെയ്യും. നിങ്ങൾ ചിലപ്പോൾ അറിയാതെ നിങ്ങളുടെ പണം അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കുകയും അത് നഷ്ടപ്പെടുകയൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ടെലികോം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിങ്ങളെ ഡയറക്റ്റ് വിളിക്കില്ല. ഒരു ബാങ്കിൽ നിന്ന് നിങ്ങളെ ഡയറക്റ്റ് വിളിച്ചിട്ട് നിങ്ങളുടെ OTP നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പണം ഇന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ ഒരു ബാങ്കിൽ നിന്നും ആവശ്യപ്പെടില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കോളുകൾ തീർച്ചയായിട്ടും നിങ്ങളത് സൈബർ ഫ്രോഡാണെന്ന് മനസ്സിലാക്കുകയും അതിൽ പിന്നീട് പ്രൊസീഡ് ചെയ്യാതിരിക്കുകയും ആ കോൾ കട്ട് ചെയ്യുകയും ചെയ്യുക അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഏക പോംവഴി. അപ്പോൾ ഞാൻ എന്നെ വിളിച്ച കോളിലും അവരുടെ രീതി എന്ന് പറഞ്ഞാൽ വളരെ നമ്മളെ വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അത് ഇന്ന ടെലികോം ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. അതെ, നമുക്കിതറിയാം. നമ്മളിത് നിരവധി തവണ ഈ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം. ആദ്യത്തെ വാചകം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായത് സൈബർ ഫ്രോഡാണെന്ന്. അതുകൊണ്ടാണ് അത് ആദ്യം മുതൽ തന്നെ റെക്കോർഡ് ചെയ്തത്. അനന്തൻ, നിയമ നടപടികളുമായി നമുക്ക് മുന്നോട്ട് പോവുക തന്നെ വേണം. നമ്മൾ അങ്ങനെ ചെയ്യുക തന്നെ ചെയ്യും. പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി പറയുന്നു, ഇത്തരം തട്ടിപ്പുകൾ നിങ്ങളാരും ചെന്നുപെടാതിരിക്കുക. അനന്തൻ പറഞ്ഞതുപോലെ ഭയമാണ് അവർ ചൂഷണം ചെയ്യാൻ എപ്പോഴും തയ്യാറെടുക്കുന്നത്. ആ ഭയം
ഭയത്തെ ചൂഷണം ചെയ്ത് നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക, നിങ്ങളെ കൊണ്ട് അവർ പറയുന്നതൊക്കെ ചെയ്യിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അവരുടെ ഒരു പ്രധാന രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനൊന്നും ആരും ചെന്ന് പെടാതിരിക്കുക. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്.